ഇന്ന് നമുക്ക് ലേസി ഡേസി സ്റ്റിച്ച് വെച്ച് ഒരു ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സർക്കിൾ വരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററും മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് 3 strands ആംഗിൾ ത്രെഡാണ് ഞാനിവിടെ സൂചി കോർത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നത് സെൻറ്ററിൽ നിന്ന് വെളിയിലോട്ടാണ്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് വെളിയിലോട്ട് ലേസി ഡേസി കൊടുത്ത് നമ്മൾ ഈ സർക്കിൾ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം സൂചി സെൻറ്ററിൽ നിന്ന് കുത്തിയെടുക്കണം. അത് കഴിഞ്ഞ് ഇതുപോലെ ഒരു ലേസി ഡേസി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ലേസി ഡേസി സ്റ്റിച്ചിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. രണ്ടാമത്തെ സ്റ്റിച്ച് ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. സെൻറ്ററിൽ നിന്ന് തന്നെ നൂല് വെളിയിലെടുത്തിട്ടാണ് സെക്കൻഡ് സ്റ്റിച്ചും ചെയ്യുന്നത്. നമ്മുടെ ക്ലോത്ത് നല്ലപോലെ വലിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഞാൻ മുമ്പേ 2 തവണ ചെയ്ത ലേസി ഡേസി പോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ കാണിക്കുന്ന പോലെ ലേസി ഡേസി സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ ആദ്യം നമ്മൾ സെൻറ്ററിൽ നിന്ന് നൂല് പുറത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ സൂചി താഴോട്ട് ഇറക്കുക. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റിച്ച് എവിടെയാണോ വരേണ്ടത് അവിടെ കൊണ്ടുവന്ന് സൂചി മേളിലേക്ക് എടുക്കണം. അത് കഴിഞ്ഞ് നൂല് പുറത്തേക്ക് വലിക്കുമ്പോൾ നമുക്ക് ലേസി ഡേസി സ്റ്റിച്ച് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ലേസി ഡേസി ചെയ്യാം. നല്ലപോലെ വലിഞ്ഞു നിൽക്കുന്ന ക്ലോത്തിൽ ഇതുപോലെ ലേസി ഡേസി ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഇതുപോലെ ഈ സർക്കിൾ ഫുള്ള് നമ്മൾ ലേസി ഡേസി വെച്ച് ഫില്ല് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ സർക്കിൾ ഫുള്ള് ലേസി ഡേസി ഫില്ല് ചെയ്ത് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞു. എളുപ്പമല്ലേ ചെയ്യാൻ? അപ്പോൾ ലേസി ഡേസി സ്റ്റിച്ച് കൊണ്ട് ഒരു ഫ്ലവർ ചെയ്യുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.